ഗൈസ് വെൽക്കം ബാക്ക് ടു ഫോസ് ഇൻ ഓൾ ഇൻ വൺ. ഫസ്റ്റ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ആദ്യം നമുക്ക് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വരാം. അതിനായിട്ട് കുളിച്ചിട്ട് വരാം. വാട്ട് ബേറ്റ് ഫസ്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ രാഹുൽ ഭായ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാഹുൽ ഭായ് ഒന്ന് തിരിച്ച് വിളിക്കാം. പുതിയ എയർപോർട്ടൊക്കെ നോക്കിയിട്ടെ. രാഹുൽ ഭായ് ഇന്നെന്താ നിങ്ങൾ എന്നെ വിളിച്ച്? എടാ ഒന്നുമില്ല, എനിക്ക് എയർപോർട്ട് കിട്ടണം. എയർപോർട്ടോ? അതല്ലടാ പറഞ്ഞ എയർപ്ലെയിൻ വേണം. അതെങ്ങനെ പോയി അവൻ്റെ കസ്റ്റഡിയിലുള്ളത്? എങ്ങനെയോ ഒപ്പിച്ചെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ എനിക്ക് തരാൻ. ഓക്കെ ബൈ എവിടെ എത്തിക്കണം? ബീച്ചിനായി വെള്ളത്തിലെത്തിച്ചാൽ മതി. ഞാൻ എത്തായി ഇപ്പം തന്നെ ഇറങ്ങിയടാ. ഓക്കെ എനിക്ക് വേഗം വേണം. ഇത് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അയച്ചേ. അതെങ്ങനെ സെറ്റാക്കി തരാനാണ്? ഞാൻ ഇപ്പോൾ വണ്ടി കയറി. ശരിയാണോ? അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയാണ്. എയർപ്ലെയിൻ എടുത്തു കൊടുക്കാനാണ് നമ്മുടെ അണ്ണ. ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് കൊണ്ട് പോകുന്നേ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വഴി കൂടെ പോകണം. നമ്മുടെ രാകേഷ് അണ്ണനെ ഒന്ന് കാണണം. അയാൾ എൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ അതിൽ കൂടെ പോകും. അപ്പോൾ രാകേഷ് അണ്ണനെ കണ്ടിട്ട് കാര്യമൊക്കെ പറയണം. അയാൾ സെറ്റാക്കി തരുമോയെന്ന് അറിയില്ല. അയാൾക്ക് അറിയുന്ന തോന്നുന്നത് ഇവിടെയുള്ള ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. ഇയാളായിരുന്നു. ഇയാളെ നോക്കിയിട്ടിരിക്കുന്നത് ചത്ത് മരിച്ചിട്ട് എൻ്റെ പേര് പറയും. ഇതാണ് എൻ്റെ പേടി ഗൈസ്. അപ്പോൾ നേരെ പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ രാകേഷ് അണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഓടി ഇങ്ങോട്ട് പോകാൻ പോകുന്നു ഗൈസ്. അപ്പോൾ നോക്കിയാൽ രാകേഷ് അണ്ണൻ അവിടെ ഉണ്ട് ഗൈസ്. രാകേഷ് ഏട്ടാ ഇയാൾക്ക് കാതും ഇതൊന്നും പറയാം. അവിടെ ഒരു മഴ അതും കാര്യമൊക്കെ. രാകേഷ് ഏട്ടാ ഇയാൾക്ക് കാതില്ല. രാകേഷ് ഏട്ടാ ഇവിടുന്ന് പോയിക്കോട്ടെ. ഞാൻ കലിപ്പിലാണ്. രാകേഷ് ഏട്ടാ പറയുന്നതൊക്കെ ഞാൻ കലിപ്പിലാണ് പറഞ്ഞ കേട്ടില്ല. കൂടോ രാകേഷ് ഏട്ടാ. എന്ത് ചെയ്യുകയാണെങ്കിലും പറയാം. എന്നാൽ ഞാൻ രാഹുലിനെ വിളിച്ചെങ്ങാണ്ട് ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. അതൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യണം. എയർപ്ലെയിൻ്റെ കീ എവിടെയാണെന്ന് പറയണം. എയർപ്ലെയിൻ്റെ കീ അറിയില്ല, താക്കോൽ എവിടെയെന്നറിയാം. അതന്നെയാണ് രാകേഷ് ഏട്ടാ. എവിടെയാണത്? അത് നീ ആദ്യം ഗൂഗിൾ പേ ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ബൈ ടാളി. ബൈ. പക്ഷേ രാകേഷ് ഏട്ടനെ വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ രാഹുലിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. അവൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോയെന്ന് അറിയില്ല. രാഹുൽ അതായാലും സഞ്ജയിന് വിളിക്കൊടുക്കല്ലേ. അവൻ്റെ ഓഫീസിൽ വർക്കുന്ന ആളാണ് സഞ്ജയ്. അപ്പോൾ സഞ്ജയ് നമ്മുടെ വിളിച്ച് പറഞ്ഞു തന്നിട്ട് ഞാനിപ്പോൾ അവിടെയൊന്നുമില്ല. അവൻ്റെ വൈഫ് ഇവിടെ തന്നെ ഉണ്ട്. ഈ നാട്ടിൽ വൈഫ് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അവൻ്റെ കൊടുത്താൽ മതി എന്നൊക്കെയാണ് പറയണത്. നമുക്കെന്തായാലും നോക്കാം. ആവേശങ്ങളോടെ വെളുപ്പേ. അപ്പോൾ നമ്മുടെ ഡിഫൻഡർ എങ്ങനെയുണ്ടെന്ന് അടിപൊളി കളറാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ റൊണാൾഡോ മെസ്സി ആണോ എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോവാം. അതിൻ്റെ മുമ്പ് ഒരു പണിയുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കയറണോ പിന്നെ കയറണമെന്ന് അറിയില്ല. ഇതിൽക്കൂടെ പോവുകയാണെങ്കിൽ എന്തായാലും കയറി തന്നെ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഡിഫൻഡർ എടുത്തെങ്കിൽ നമുക്ക് വേണ്ട, ആദ്യം ബീച്ചിലേക്ക് അങ്ങോട്ട് പോവാം. ബീച്ചിൽ പോവും. ഇവന്മാരൊക്കെ ഓരോ വണ്ടി ഇവന്മാരൊക്കെ കൺട്രോൾ ചെയ്യാൻ. പക്ഷെ നമുക്ക് നേരെ ബീച്ചിലാണ് പറയുന്നത് കേട്ടത്. ബീച്ചിലയക്കാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും അയക്കാം ഗായ്സ്. ഓ മൈ ഗോഡ്, ഈ വണ്ടിക്കാർക്കൊന്നും വണ്ടി ഓട്ടാൻ അറിയില്ലായിരുന്നു. ഇവർക്ക് എവിടെ നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ച് എത്തിക്കഴിഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കി തന്നെ അറിയണം. എന്തായാലും ബീച്ചിലായാലും ചിലപ്പോൾ അവൻ പറഞ്ഞത് ബീച്ചിലാണ്. ചിലപ്പോൾ ബീച്ചിൻ്റെ അപ്പുറത്ത് വല്ല പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടാവും. പറയാൻ പറ്റില്ലല്ലോ, ഒരാൾക്കാരുടെ വിധിയല്ലേ. അപ്പോൾ അവിടെയൊന്നുമല്ല. അവൻ പറഞ്ഞത് വേറെ ഏതോ ഒരു സ്ഥലത്താണ്. എവിടെയെന്ന് എനിക്കറിയില്ല. ഇതന്നെ സ്ഥലം തോന്നുന്നു. ഇതന്നെ വിളിച്ചേക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ
അപ്പോൾ ഈ ചേച്ചീൻ്റെ ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ബോധം കിട്ടുക. അയ്യോ പെട്ടെന്ന് നമ്മുടെ ഫോണിലത്തെ ബാറ്ററി ചാർജ് കഴിഞ്ഞു. അതുകൊണ്ട് ഒന്ന് വേഗം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സഞ്ജയിനെ ഒന്ന് വിളിച്ച് വെക്കാം. സഞ്ജയിലല്ലോ കിട്ടിയോ? ഞാൻ സഞ്ജയ്, പിന്നെ എന്താണ് വിശേഷം? പിന്നെ ഒന്നുമില്ലേ? ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, പിന്നെ വിളിക്കാം. എൻ്റെ ഭാര്യ അവിടെ വൈകി പോയിട്ടുണ്ടായിരുന്നു. നീ ഒന്ന് നോക്കാൻ പോകണം കേട്ടോ. അതൊക്കെ ഓക്കെയാണോ? ഞാൻ വൈകുന്നേരം നോക്കാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ലേ, അതിൻ്റെ കാരണം നോക്കാനാണ്. ഇതാടെ പോകണം പപ്പോട്ടെ. പോട്ടനല്ല, ഇതാരാണ്? ആ ഏട്ടാ പറ അത് എയർപ്ലെയിൻ്റെ വെളി വെച്ച് തന്നെ നമ്മൾ കണ്ടു. പറ എവിടെയാണ്? നീ ആദ്യം പോയി കൊണ്ട് അവിടെ പോയി നോക്കണം. നമ്മുടെ അപ്പുറത്തെ ഒരു ബിൽഡിംഗ് പുതിയത് കിട്ടിയില്ല, ഈ മരത്തിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു. ശരി ഷോ, ശരി. അപ്പോൾ നമ്മുടെ ഏട്ടൻ പറഞ്ഞ വഴി നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകും. ഇല്ലാച്ച അയാളെ കയറി കൊണ്ട് വണ്ടിയിലടിക്കും. എനിക്കൊരു സീനും ഇല്ല. കാര്യം 5 lakhs 5 ലക്ഷത്തിൻ്റെ കളിയാണ് കഴിച്ചത്. ഇത് വെറുതെ വിട്ടാൽ പറ്റൂലല്ലോ. പക്ഷെ നമുക്ക് നേരെ കയറി കണ്ട് വണ്ടി എടുക്കാം. എനിക്കൊരു മിസ്റ്റേക്കൊക്കെ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ വണ്ടിയിലൊക്കെ അപ്പുറത്തെ സൈഡിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ചാവി കിട്ടി മോനെ. ഇനി എയർപ്ലെയിനിൽ ഞാൻ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ക്ലാഷ് ആക്കുമെന്ന് അറിയില്ല. വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇറക്കണം. കാര്യം അവർക്ക് കപ്പലിൽ അറിയാണ്ട് കഴിച്ചണം. ഇപ്പം നമ്മൾ എയർപ്ലെയിൻ തന്നെയാണോ കഴിച്ചത്? നമുക്കൊന്നും അറിയില്ല കേട്ടോ ഇത് ഓട്ടിക്കാൻ. നേരെ നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം. ചിലപ്പോൾ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ഇടിച്ച് ഞാനും ജാകും, എയർപ്ലെയിനും പോവും. 5 lakhs ഗോവിന്ദ, അയാമിസെ ഗോവിന്ദ. അതുപോലെ ആകാണെങ്കിൽ നമുക്ക് സൂക്ഷ്മത്തോടെ ലാൻഡാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അത്ര പരിചയമൊന്നുമില്ല. അന്ന് ദിവസം എന്തോ നമ്മുടെ ഫ്രാങ്ക്ലിന് നമ്മുടെ മറ്റേ മേപ്പേട് കയറണം പറഞ്ഞപ്പോൾ ഒന്ന് കയറിയതാണ്. അത് കാനഡ വരെ പോയി, പക്ഷെ ഇറങ്ങിയത് കാശ്മീരിലായിരുന്നു. വലിയൊരു മിസ്റ്റേക്കായിരുന്നു. ഇതിപ്പോൾ ബീച്ചിൻ്റെ വഴി ഇപ്പം മേലെ കൂടി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. എന്നാലും നമ്മുടെ റൂട്ട് താഴെ കാണുന്നതുകൊണ്ട് ഭാഗ്യത്തിന് മാത്രം ഞാൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഏതൊക്കെയോ ബട്ടൺസ് പിടിച്ചിട്ടാണ് കഴിച്ച് നമ്മൾ എസ്കേപ്പ് ആകുന്നത്. പക്ഷെ ബീച്ചിൻ്റെ പകുതി എത്തിയെന്ന് തോന്നുന്നു. ഈ വണ്ടിയാണെങ്കിൽ വളഞ്ഞു. വെള്ളത്തിൻ്റെ അടി കൊണ്ടുപോയിടുമ്പോൾ തീ വന്നാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കാര്യം 5 lakhs കിട്ടിയാൽ മതി നമുക്ക്. അവൻ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, അവനൊക്കെ ആരാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. കാര്യമില്ല ഗൈസ്, വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇറക്കണം വെച്ചാൽ ഇത് ടഫാണ്. കറക്റ്റായി ലാൻഡാക്കാനും കൂടി എനിക്കറിയില്ല. ഞാൻ കാശ്മീരിൽ പോയപ്പോൾ കാശ്മീരിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും നോക്കണേ. കാശ്മീരിൽ പോയപ്പോൾ ഒരുമാതിരി എനിക്ക് വെള്ളത്തിലേ ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എയർപോർട്ടാണെങ്കിൽ ഞാൻ ഇറക്കിയത് വന്നിട്ട് ഏതോ മണ്ണ് കൂടിയിട്ടുള്ള അവിടെയോ. ഭാഗ്യത്തിന് ഞാൻ മരിച്ചില്ല. തിരിച്ച് വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇറക്കണം എന്നറിയില്ല, എന്നാലും ഇറക്കിയാൽ തന്നെ പറ്റുള്ളൂ. ബ്രേക്ക് പിടി ഗൈസ് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് മരിച്ചില്ല വെച്ചാൽ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ്. ഇതിപ്പോൾ എൻ്റെ പുതിയ ചാനലാണ്, അഫൂസ് ഗെയിമർ എന്ന പണ്ടത്തെ ചാനലുണ്ടായിരുന്നു. അത് ഏവനോ ഒന്ന് തട്ടിച്ചു കൊണ്ടുപോയി. നിങ്ങളിപ്പോൾ അഫൂസ് ഗെയിമർ എന്ന് അടിച്ചു വെച്ചാൽ അതിലും കാണാൻ പറ്റും. എൻ്റെ ഇതന്നെയാണ് എൻ്റെ അതിലും പണി ഇതിലും പണി, അങ്ങനെ ഒരുപാടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് പ്ലെയിന് ഗൈസ്. ഓ മൈ ഗോഡ്, നമ്മൾ അങ്ങനെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഓടാന്ന് എൻ്റെ വിചാരം. ഇപ്പോൾ ഓടണം ഇല്ലാച്ച കപ്പൽ പൊട്ടി വെച്ച് നമ്മളും മരിക്കും. ഞാൻ ഓർഡർ ഫ്രണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം കപ്പൽ പൊട്ടിയാ ഗൈസ്. ശരിക്കും ഡൗട്ട് ഇതെങ്ങനെ ഗൈസ് താഴെന്ന് പൊട്ടി തീ അവിടെ പകുതിയാണ് അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ചെയ്ത പണി പറഞ്ഞിട്ടുണ്ട്, 5 ലക്ഷം അയച്ചതുണ്ടാവും. പക്ഷെ പേടിഎം കറോ 50 lakhs ടു രാജേട്ടൻ. പക്ഷേ രാജേട്ടൻ നമുക്ക് 50 lakhs അയച്ചതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. എനിക്കറിയില്ല, അതിൽ പറയുന്നത് 50 lakhs എന്നാണ്, 15 lakhs അറിയില്ല. അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണുക. ബൈ.